السلام عليكم ورحمة الله وبركاته. الحمد لله حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم صل وسلم وبارك وأنعم على نبينا وحبيبنا وسيدنا محمد وعلى آله الطيبين الطاهرين وعلى أزواجه الطاهرات أمهات المؤمنين وعلى أصحابه الأكرمين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. മഹത്തായ സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്ററിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധനായ അള്ളാഹുവിൻ്റെ കാരുണ്യവും റഹ്മത്തും ഖൈറും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ജുമുഅ നമസ്കരിച്ച് അങ്ങനെ അതിൻ്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ ആരോഗ്യത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ നമ്മൾ നല്ല ഡ്രസ്സ് ധരിച്ച് നല്ല ഭക്ഷണം കഴിച്ച് ആരോഗ്യത്തോടുകൂടെ മജ്ജയും മാംസവും അങ്ങനെ ചിന്തയും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സന്ദർഭം എത്തിക്കഴിഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും അവസാന നിമിഷങ്ങൾ കടന്നു വരികയായി. ആ സന്ദർഭത്തിൽ സഹോദരങ്ങളെ, ചീത്തയായ മനുഷ്യൻ മരണം ആ കൺമുന്നിൽ കാണുന്ന ഘട്ടത്തിൽ പറയും, എനിക്ക് ഒരൽപ്പം കൂടെ ആയുസ് നീട്ടിത്തരയണമേ എന്ന്. ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷേ മനുഷ്യർ മരണസമയത്തങ്ങനെ വിലപിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം അറിയുന്ന ആളുകൾ പോലും ഈ ഭൗതിക ജീവിതത്തിൽ കളിയും തമാശയും അതുപോലെ തന്നെ തർക്കങ്ങളും കുതർക്കങ്ങളും ആരോപണങ്ങളും അങ്ങനെ ചിരിയും തമാശയും കോമഡിയും ഒക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഉഖ്റവിയായ വിജയത്തിന് വേണ്ടി, പാരത്രിക ലോകത്തുള്ള വിജയത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്തിലെ 7-ാമത്തെ വചനത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു ദുആ, ഒരു പ്രാർത്ഥന നിങ്ങളെല്ലാവരും പലപ്പോഴും കേട്ടിരിക്കും. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാന വസയ്യിൻഹു ഫീ ഖുലൂബിനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈമാൻ പ്രിയമുള്ളതാക്കി തരണമേ. സത്യവിശ്വാസത്തെ, ഈമാനിനെ ഞങ്ങളുടെ ഹൃദയാന്തരാളങ്ങളിൽ അലങ്കൃതമാക്കി നീ പ്രദാനം ചെയ്യണമേ. വകരിഹ് ഇലൈനൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ.
നാഥാ, സത്യനിഷേധത്തെ, അതുപോലെ അധർമ്മത്തെ, അതുപോലെ ദൈവനിന്ദയെ, അനുസരണക്കേടിനെ ഞങ്ങൾക്ക് വെറുപ്പുള്ളതാക്കി തരണമേ. വർസുഖ്നാ ഇബാദതക ആനാ അല്ലൈലി വഅത്റാഫൻ നഹാർ. പകലിൻ്റെ വിവിധ സമയങ്ങളിൽ, രാത്രിയുടെ യാമങ്ങളിൽ നിനക്ക് ഇബാദത്ത് ചെയ്യുവാനുള്ള ഒരു തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. വജഅൽനാ മിനർ റാഷിദീൻ. നേർവഴി പ്രാപിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ നിശ്ചയിക്കണമേ, ഉൾപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥന പല ഗ്രന്ഥങ്ങളിലും തഫ്സീറുകളിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ അർത്ഥവത്തായ നിലക്ക് മനസ്സിലാക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം മനുഷ്യനെന്ന് പറയുന്നത് വളരെ നിസ്സാരനാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഇന്നത്തെ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് വിശ്വാസിയുടെ ഒരു ദിവസം എന്നുള്ളതാണ്. സത്യത്തിൽ വിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തുൽ അൻആം അതിൻ്റെ 162-ാമത്തെ വചനത്തിൽ പറയുന്നത് മനുഷ്യൻ്റെ ജീവിതം, മരണം എല്ലാം സർവ്വലോക രക്ഷിതാവിനാണെന്ന. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ മരണം പോലും സർവ്വലോക രക്ഷിതാവിനാണ് എന്നാണ്. എൻ്റെ നമസ്കാരം, എൻ്റെ ബലികർമ്മം, എൻ്റെ ജീവിതം, എൻ്റെ മരണം എല്ലാം സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. അത് മുഹമ്മദ് നബി പ്രഖ്യാപിക്കുക മാത്രമല്ല, ലോകത്തുള്ള സകല വിശ്വാസികളും പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതെന്താ അർത്ഥമാക്കുന്നത്? നമ്മുടെ ഓരോ നിമിഷവും, ജീവിതവും, മരണവും ആ റബ്ബിനാണെന്ന് പറയുമ്പോൾ ഓരോ നിമിഷങ്ങളിലും റബ്ബിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നമുക്കുണ്ടാകണം, റബ്ബിനെക്കുറിച്ചുള്ള ചിന്തകൾ നമുക്കുണ്ടാകണം. സഹോദരങ്ങളെ, ഒരു ഇബാദത്ത്, ആ ഇബാദത്ത് അവസാനിച്ചു കഴിഞ്ഞാൽ മറ്റൊരു പുണ്യകർമ്മത്തിലേക്ക് നമ്മൾ നീങ്ങേണ്ടതുണ്ട്. അതാണല്ലോ ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ് എന്നുള്ള ആ വിശുദ്ധ ഖുർആനിൻ്റെ സൂക്തങ്ങൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ജുമാ നമസ്കരിച്ചു, ജുമാക്കൊക്കെ വമ്പിച്ച പ്രാധാന്യമുണ്ട്, വമ്പിച്ച പ്രതിഫലമുണ്ട്. അതിനുശേഷം നമ്മൾ ദിക്റുകൾ നിർവഹിച്ച് പ്രാർത്ഥിച്ച് ഇതാ ഇവിടെ ദീനിൻ്റെ മാർഗത്തിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാർഗത്തിൽ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഒരു ഇബാദത്ത് കഴിഞ്ഞാൽ, ഒരു പുണ്യകർമ്മം കഴിഞ്ഞാൽ മറ്റൊരു നന്മയിലേക്ക്, മറ്റൊരു ഇബാദത്തിലേക്ക് നമ്മൾ ഒരു വിശ്വാസി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല നൽകുന്ന ഒരു നിർദ്ദേശമുണ്ട്. 15-ാം അധ്യായം സൂറത്തുൽ ഹിജ്ർ അതിൻ്റെ അവസാനത്തെ സൂക്തം, വഅബ്ദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മുഹമ്മദ് നബിയെ, അങ്ങേക്ക് മരണം വരുന്നത് വരെ അങ്ങ് റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട്, ആരാധനാകർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അങ്ങ് ജീവിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, സൂറത്തു ദാരിയാത്തിൽ എന്തിനു വേണ്ടിയാണ് മനുഷ്യർ സൃഷ്ടിച്ചത് എന്ന് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഞാൻ മനുഷ്യരെയും ജിന്നുകളെയും അവർ എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ അങ്ങനെ കളിയും തമാശയും കോമഡിയും അതുപോലെ തന്നെ ഈ ഐഹിക ജീവിതത്തിൻ്റെ ഒട്ടേറെ കാര്യങ്ങൾ, സമ്പത്ത് ഇങ്ങനെ വിവിധ രൂപത്തിൽ സമ്പാദിക്കുക, അങ്ങനെ ഇവിടെ സുഖിച്ച് അടിച്ച് പൊളിച്ച് ജീവിക്കുക എന്നതിലുപരിയായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില ചിട്ടകളും ചില ക്രമീകരണങ്ങളും ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ ഓരോ ദിവസവും ഒരു പ്രത്യേക രൂപത്തിലും ഭാവത്തിലും ആയിരിക്കണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു കട അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുകയാണ്. എത്രത്തോളം പ്രാർത്ഥനാപൂർവം, എത്രത്തോളം ആത്മാർത്ഥമായി നന്മ നിറഞ്ഞ ഈ സംരംഭം വിജയിക്കണേ എന്നുള്ള ആഗ്രഹത്തോടു കൂടെയായിരിക്കും അത് ഉദ്ഘാടനം ചെയ്യുക.
എന്നതുപോലെ നമ്മുടെ ഓരോ ദിവസവും നമ്മൾ ഉദ്ഘാടനം ചെയ്യേണ്ടത്, ആരംഭിക്കേണ്ടത് നന്മകൾ കൊണ്ടായിരിക്കണം. അല്ലാഹു തആല നിർബന്ധമാക്കിയിട്ടുള്ള കർമ്മങ്ങൾ, അതുപോലെ തന്നെ ഇസ്ലാം ഐച്ഛികമായി പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, സുന്നത്തായി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അവയൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ദിവസങ്ങൾ നമ്മൾ ആരംഭിക്കേണ്ടത്. ചില ആളുകളൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ മാംസം ഭക്ഷിച്ചുകൊണ്ട്, അവരെ ശകാരിച്ചുകൊണ്ട്, അവരുടെ മൈനസുകൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആയിരിക്കാം പല ആളുകളും എഴുന്നേൽക്കുന്നത്. പക്ഷേ നമ്മൾ ഒരു ഈമാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം, അവർ അല്ലാഹു തആല നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സുന്നത്താക്കിയിട്ടുള്ള കാര്യങ്ങൾ, എന്താ അതിൻ്റെയൊക്കെ പ്രത്യേകത? ഒരു ഖുദ്സിയായ ഹദീസിൽ കാണാം, എൻ്റെ ദാസൻ എന്നിലേക്ക് അടുക്കുക എന്ന് പറയുന്നത് ഞാൻ നിർബന്ധമാക്കിയിട്ടുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഞാൻ നിർബന്ധമാക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് എന്നിലേക്ക് എൻ്റെ അടിമ അടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നിട്ടോ ആ നിർബന്ധമായ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അവന് സുന്നത്തായ കാര്യങ്ങൾ അനുഷ്ഠിക്കാം. സുന്നത്തായ കാര്യങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന് എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ എന്തെല്ലാം സുന്നത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സുന്നത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പടിപടിയായിക്കൊണ്ട് റബ്ബിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങൾ വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു, അല്ലാഹു അവനെ ഇഷ്ടപ്പെടുന്നത് വരെ, അല്ലാഹു അവനെ തൃപ്തിപ്പെടുന്നത് വരെ, അല്ലാഹു അവനെ സ്നേഹിക്കുന്നത് വരെ അവൻ ഈ ഐച്ഛികമായ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന. അപ്പോൾ നമ്മൾ ധാരാളമായിട്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുവാൻ, അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കുവാൻ നമ്മൾ ധാരാളമായിട്ട് പുണ്യകർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇപ്പോൾ രാവിലെ പ്രഭാതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒക്കെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെയുള്ള സംഭവങ്ങൾ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. നബി എഴുന്നേറ്റിട്ട് ആ കിടക്കുന്ന പായയിൽ ഇങ്ങനെ ഇരുന്നിട്ട് തന്നെ, എഴുന്നേറ്റിരുന്ന ഉടനെ തന്നെ വിശുദ്ധ ഖുർആനിലെ സൂറ ആല ഇമ്രാനിലെ ആ ഒരു 10 ആയത്തുകളുണ്ടല്ലോ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ എന്ന് തുടങ്ങുന്ന ആയത്ത് എത്ര മനോഹരമായ ആയത്തുകളാണ് സഹോദരങ്ങളെ. അതിന് ഓരോ ആയത്തിൻ്റെയും അർത്ഥം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആ ആയത്തുകൾ ഇങ്ങനെ വന്നിട്ട് അതിൽ പറയുന്നുണ്ട്, റബ്ബന ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ അൻ ആമിനൂ ബിറബ്ബികും ഫആമന്നാ റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. നമ്മളിങ്ങനെ അള്ളാഹുവിനോട് ആ വചനങ്ങൾ എഴുന്നേറ്റ് ഉടനെ പറയാ. അതിലൊക്കെ ഒട്ടേറെ പാഠങ്ങളുണ്ട്. റബ്ബന ഇന്നനാ സമിഅനാ മുനാദി യുനാദി ലിൽ ഈമാൻ, സത്യവിശ്വാസത്തിലേക്ക് വിളിക്കുന്ന ഒരാളെ ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ നാഥ, ഞങ്ങൾ രക്ഷിതാവേ എന്ന് വിളിച്ച് പറയാ. എന്നിട്ട് പറയാണ് അദ്ദേഹം ഈമാനിലേക്ക് വിളിക്കുക. എന്നിട്ടോ അൻ ആമിനു ബിറബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കുവിൻ എന്നാണ് പറയുന്നത്. ഫആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരേണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റിട്ട് ആദ്യമായി പറയുന്ന വാക്കുകളാണ് നമ്മൾ ആലോചിക്കണം. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരേണമേ. വകഫിർ അന്നാ ദുനൂബനാ, ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ എന്നാ. എന്നിട്ട് ആ ആയത്തിൽ പിന്നീടൊക്കെ പറയുന്നത് വതവഫനാ മഅൽ അബ്റാർ, പുണ്യം ചെയ്യുന്ന ആളുകളോടൊപ്പം ഞങ്ങൾ മരിപ്പിക്കണമേ എന്ന. എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ പുണ്യം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളാക്കണമേ.
പുണ്യം ചെയ്യുന്ന ആളായിട്ട് മരിപ്പിക്കണമേ എന്നൊക്കെയാണ് അതിൻ്റെ താല്പര്യം. അപ്പം അങ്ങനെയുള്ള വചനങ്ങളൊക്കെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുമായിരുന്നു എന്നിട്ട് അവിടെ നിന്ന് ദന്ത ശുചീകരണം നടത്തും, വായ വൃത്തിയാക്കും, നന്നായി വുളൂ ചെയ്യും. അങ്ങനെ പള്ളിയിലേക്ക് പോകാൻ. എങ്ങനെയാണ് പള്ളിയിലേക്ക് പോകുന്നത്? പ്രഭാതത്തിൽ അവൻ അതിരാവിലെ പള്ളിയിലേക്ക് പോകാൻ മുബക്കിറൻ മുതതയ്യിബൻ ദാകിറല്ലാഹ്. സുബ്ഹാനല്ലാഹ്, അവൻ നേരത്തെ പോകുന്നു. അവന് മുതതയ്യിബൻ സുഗന്ധം പൂശിക്കൊണ്ട് അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടുപോകുന്നു. ബുഖാരി മുസ്ലിം പോലെയുള്ള ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. പ്രഭാതത്തിൽ പള്ളിയിൽ പോകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥന നിർവഹിച്ചിരുന്നു എന്നുള്ളതാണ്. അത് ആ ഘട്ടത്തിലും അല്ലാത്ത സമയത്തും പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും, അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ. അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വെളിച്ചം പ്രദാനം ചെയ്യണമേ. എത്രയെത്ര മനസ്സുകളിലാണ് ഇരുട്ട്, പ്രിയമുള്ളവരെ, എത്ര മനസ്സുകളിലാണ് അന്ധകാരമുള്ളത്. എത്രയോ മനസ്സുകളിൽ വെളിച്ചം ഇതുവരെ പ്രവേശിച്ചിട്ടില്ല. വെളിച്ചം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ളൊരു വെളിച്ചമല്ല, മറിച്ച് അള്ളാഹുവിനോടുള്ള ആ ഒരു മഹബത്ത്, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിക്കൽ, അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കൽ, അങ്ങനെ ആ ഹൃദയത്തിൻ്റെ ഒരു വിശാലതയും ഹൃദയത്തിൻ്റെ ഒരു നന്മ നിറഞ്ഞ ചിന്തയും. അതാണ് അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ. നാഥാ, എൻ്റെ ഹൃദയത്തിൽ എനിക്ക് നീ പ്രകാശം നിശ്ചയിക്കണമേ. വഫി സമഇ നൂറാ വഫി ബസ്വരി നൂറാ. എൻ്റെ ദൃഷ്ടിയിൽ, എൻ്റെ കേൾവിയിൽ, വഅൻ യമീനി നൂറാ വഅൻ ശിമാലി നൂറാ, എൻ്റെ വലത്തും ഇടത്തും, വ അമാമി നൂറാ വ ഖൽഫി നൂറാ, മുന്നിലും പിന്നിലും എല്ലാ സാഹചര്യങ്ങളിലും എനിക്ക് പ്രകാശം നൽകണമേ എന്ന. ചിലപ്പോൾ നമ്മുടെ സാഹചര്യമായിരിക്കും നമ്മെ തെറ്റിലേക്ക് നയിക്കുക. അപ്പോൾ എനിക്ക് ദിശാബോധം നൽകുന്ന, എന്നെ നേർമാർഗത്തിലേക്ക് നയിക്കുന്ന, എന്നെ തിന്മയിൽ നിന്ന് മുക്തരാക്കുന്ന ആ ഒരു പ്രകാശം, അത് എനിക്ക് എൻ്റെ വലത്തും ഇടത്തും മുന്നിലും പിന്നിലും ഒക്കെ പ്രദാനം ചെയ്യണമേ എന്ന. വഫൗഖി നൂറാ വതഹ്തി നൂറാ. എൻ്റെ ഇടത്തും വലത്തും മുന്നിലും പിന്നിലും മാത്രമല്ല, മുകളിലും താഴെയും. വജഅൽ ലി നൂറാ, എനിക്ക് നീ പ്രകാശം നിശ്ചയിച്ചു തരണമേ എന്ന. അങ്ങനെ സുബ്ഹാനല്ലാഹ്, സുബഹിക്ക് അവൻ പള്ളിയിൽ പോകാൻ. സുബഹിക്ക് പള്ളിയിൽ പോകുമ്പോൾ പരിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാഇൻ്റെ 78-ാമത്തെ ആയത്ത് നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിൽ കുറിക്കണം. വ ഖുർആനൽ ഫജ്രി ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. പ്രഭാതത്തിൽ വിശുദ്ധ ഖുർആൻ അതിങ്ങനെ പാരായണം ചെയ്തുകൊണ്ട് നിർവഹിക്കുന്ന നമസ്കാരം, അതിന് മലായികത്തുകൾ പ്രത്യേകം സാക്ഷ്യം വഹിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എല്ലാ നമസ്കാരങ്ങൾക്കും മലക്കുകളുടെ സാന്നിധ്യമുണ്ടാകും. പക്ഷേ സുബഹിൻ്റെ ആ ജമാഅത്ത്, ആ നമസ്കാരം എന്ന് പറയുന്നത്, അതിന് പ്രത്യേകമായിട്ട് മലായികത്തുകളുടെ സാന്നിധ്യമുണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. ഈ സുബഹിൻ്റെ ഒക്കെ പ്രാധാന്യം ഞാൻ ദീർഘമായി അത്തരം കാര്യങ്ങൾ പറയല്ല. മഹാനായിട്ടുള്ള അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു പ്രസ്താവന ഉണ്ട്. ആ പ്രസ്താവനയിൽ നിന്ന് സുബഹിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനായിട്ട് കഴിയും. അദ്ദേഹം പറഞ്ഞു, വലഖദ് റഅയ്തുനാ വമാ യതഖല്ലഫു അൻഹാ ഇല്ലാ മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖ്. അതായത് കപടത അറിയപ്പെട്ട, വ്യക്തമായിട്ടുള്ള കാപഢ്യമുള്ള വ്യക്തിയല്ലാതെ ഈ ജമാഅത്തിൽ നിന്ന്, ഈ നമസ്കാരത്തിൽ നിന്ന് പിന്മാറി ഉൾവലിഞ്ഞു നിൽക്കുകയില്ല എന്നുള്ളതാണ്. അതൊന്ന് മനസ്സിലാക്കാം എത്രത്തോളം ഇതിൻ്റെ പ്രാധാന്യമുണ്ട് എന്നുള്ളത്. അങ്ങനെ നമ്മൾ അള്ളാഹുവിൻ്റെ ആ പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ കവാടം തുറന്ന് തരേണമേ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ വലത് കാലത്ത് വെച്ചുകൊണ്ട് കയറുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമസ്കരിക്കണം. ആ സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം എല്ലാവർക്കും അത് അറിയാം, അതിൻ്റെ പ്രാധാന്യം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നൊരു വചനത്തിൽ കാണാം, റക്അത്താ അൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫിഹാ. സുബഹിൻ്റെ ആ 2 റക്അത്ത് സുന്നത്തുണ്ടല്ലോ, ഈ ദുനിയാവും അതിലുള്ളതും നിനക്ക്
ലഭ്യമാകുന്നതിനേക്കാൾ ഉത്കൃഷ്ടമാണ് ആ 2 റക്അത്ത് എന്നുള്ളതാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ലഹുമ അഹബ്ബു ഇലയ്യ മിന ദുനിയ ജമീഅ, ഒന്നടങ്കം ഈ ലോകം, ഈ പ്രപഞ്ചം, ഈ ദുനിയാവ് എല്ലാം കിട്ടുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായത് ആ 2 റക്അത്താണ് എന്നുള്ളതാണ്. ഇത് സുബഹിയല്ല, സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് എന്നുള്ളതാണ്, മനസ്സിലാക്കണം. എന്നിട്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നമസ്കാരത്തിൽ നിർവഹിക്കുന്ന, പാരായണം ചെയ്യുന്ന അധ്യായങ്ങളെ കുറിച്ച് പറഞ്ഞു. ഏതാണത്? സുബഹിന്റെ ആ സുന്നത്തിന്റെ 1-ാമത്തെ റക്അത്തിൽ ഏതാണ്? പറയൂ, പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. 1-ാമത്തേതിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറൂൻ, 2-ാമത്തേതിൽ സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നോക്കൂ, അങ്ങനെ നമസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഫർള് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം പള്ളിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ അല്പം വൈകി ഇഖാമത്ത് കൊടുക്കാൻ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഫർള് കഴിഞ്ഞ ശേഷം ആ സുന്നത്ത് നിർവഹിക്കാവുന്നതാണ്. അതിന് ഒരു കുഴപ്പവുമില്ല എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഈ ഇഖാമത്ത് കൊടുക്കുമ്പോൾ പള്ളിയിലേക്ക് എത്തുന്ന മനുഷ്യനും ഒരു 5 മിനിറ്റെങ്കിലും അല്ലെങ്കിൽ ഒരു 3 മിനിറ്റെങ്കിലും മുമ്പ് എത്തുന്ന വ്യക്തിയും സമമാണോ? തുല്യമാകുമോ? ഒരിക്കലുമല്ല. ഒരല്പസമയം മുമ്പ് പള്ളിയിലേക്ക് എത്തി ആ നമസ്കരിച്ചിട്ട് സുന്നത്തൊക്കെ നമസ്കരിച്ച് തഹയ്യത്താണ്, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ തഹയ്യത്ത് നമസ്കരിക്കണല്ലോ. ഈ സുബഹിക്കൊക്കെ പോവുകയാണെങ്കിൽ സുബഹിൻ്റെ ആ 2 റക്അത്ത് മതിയാകുന്നതാണ് തഹയ്യത്തായിട്ട്. തഹയ്യത്തിൻ്റെ ഒരു പിൻബലം എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു പൊരുളെന്ന് പറയുന്നത് പള്ളിയിൽ പ്രവേശിച്ച് ഇരിക്കുന്നതിന് മുമ്പ് നമസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സുന്നത്ത് കഴിഞ്ഞ് പ്രിയമുള്ളവരെ, നിങ്ങൾ ജമാഅത്ത് പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതാ മലായിക്കത്തുകൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ കാണാത്ത ആ മലായിക്കത്തുകളെ, അള്ളാഹുവിൻ്റെ മാലാഖമാരെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ ഇർഹംഹു, അല്ലാഹുമ്മ തുബ് അലൈഹി. അല്ലാഹുവേ, ഈ വ്യക്തിക്ക് പുറത്തു കൊടുക്കണമേ, ഈ വ്യക്തിക്ക് കരുണ ചൊരിയണമേ, ഈ വ്യക്തിയുടെ പശ്ചാത്താപം, ഈ വ്യക്തിയുടെ തൗബ നീ സ്വീകരിക്കണമേ എന്നുള്ളതാണ്. എന്താ, നമ്മൾ പള്ളിയിൽ പോയി അങ്ങോട്ട് ഇരുന്നാൽ മതി, ആ സുന്നത്തൊക്കെ നമസ്കരിച്ച് അങ്ങോട്ട് ഇരുന്നാൽ തന്നെ നമുക്ക് വേണ്ടി മലായിക്കത്തുകൾ പ്രാർത്ഥിക്കാൻ നമ്മൾ ആലോചിക്കണം. അത് മാത്രമാണോ? അല്ല പ്രിയമുള്ളവരെ, ആ ഇരുത്തം എന്ന് പറയുന്നത് നമസ്കാരത്തിന് തുല്യമാകുന്നു. നിങ്ങൾ പള്ളിയിൽ പ്രവേശിച്ച് സുന്നത്ത് നമസ്കരിച്ച് ജമാഅത്ത് പ്രതീക്ഷിച്ച് ഇരിക്കുമ്പോൾ മലായിക്കത്തുകൾ പ്രാർത്ഥിക്കുക മാത്രമല്ല, ആ ഇരുത്തം എന്ന് പറയുന്നത് നമസ്കാരം പോലെ തന്നെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യസാലു അഹദുകും ഫീ സ്വലാത്തിൻ മാ ദാമത്തി സ്വലാത്തു തഹ്ബിസുഹു എന്നാണ്. ജമാഅത്ത് പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അവന് നമസ്കാരത്തിലെന്നോണം അവനിങ്ങനെ കഴിഞ്ഞുകൂടുകയാണ് എന്നുള്ളതാണ്. അത് ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിച്ച വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഹദീസിൻ്റെ ഭാഗമാണ്. സഹോദരങ്ങൾ, നിങ്ങൾ നോക്കൂ, അപ്പോൾ എത്രമാത്രം നമ്മുടെ മനസ്സൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് നമ്മൾ അറിയുന്ന, അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് എത്ര ആശ്വാസമായിരിക്കും, നമ്മുടെ മനസ്സിന് എത്ര സമാധാനമായിരിക്കും. നിങ്ങൾ ചിന്തിക്കൂ, എനിക്ക് വേണ്ടി ആകാശലോകത്തുനിന്ന് മലായിക്കത്തുകൾ വന്നിട്ട് അവർ ദുആ ചെയ്യുകയാണ് എന്നുള്ള ഒരു ബോധം നമ്മെ നയിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആശ്വാസം, സമാധാനം, അത് നിസ്സാരമല്ല എന്ന് നമ്മൾ അറിയുക. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണ്ടായി. ഇമാം തിർമിദി അദ്ദേഹത്തിൻ്റെ സുനനിൽ 212 നമ്പറായിട്ട് കൊടുക്കുന്ന ഒരു വചനത്തിൽ കാണാം, ഈ സുന്നത്തൊക്കെ കഴിഞ്ഞ് ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ, ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ഉത്തരം ചെയ്യപ്പെടാതെ പോകുകയില്ല എന്നാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ദുആ ലാ യുറദ്ദു ബൈനൽ അദാനി വൽ ഇഖാമ. ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള പ്രാർത്ഥന നിശ്ചയം അത് തള്ളപ്പെടുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കും കൂടെ ചെയ്താലോ? അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ്
ഒരു 5-6 മിനിറ്റ് നമ്മളവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടിയാൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഉഖ്റവിയായ ലോകത്തേക്ക് നമ്മൾ എന്തെല്ലാം കാര്യമാണ് വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിയുടെ ദിനത്തിൻ്റെ ആരംഭം അങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. നമ്മളൊക്കെ സുഖങ്ങൾക്ക് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു, എത്ര സമയം ചെലവഴിക്കുന്നു, എവിടെയെല്ലാം പോകുന്നു. അതൊന്നും പോകണ്ട എന്നല്ല. നമ്മൾ അല്ലാഹു അനുവദിച്ച കാര്യങ്ങൾ, ഹലാലാക്കിയ കാര്യങ്ങൾ അത് നമുക്ക് അനുഭവിക്കാം, ആസ്വദിക്കാം. പക്ഷേ നമ്മൾക്ക് പരിമിതിയുണ്ട്. എങ്ങനെയും അടിച്ചു പൊളിച്ച് ജീവിക്കാം എന്ന് ഒരു വിശ്വാസിക്ക് അത് പാടുള്ളതല്ല. ഒരു മനുഷ്യനും അത് ഭൂഷണമല്ല എന്നുള്ളതാണ്. ചെറിയ ആളുകളുണ്ട് വഴിവിട്ട രൂപത്തിൽ സമ്പാദിച്ച് അങ്ങനെ ജീവിക്കുക. അവർക്ക് പള്ളിയില്ല, ജുമാക്കോ ജമാഅത്തിനോ ക്ലാസ്സിനൊക്കെ വിളിച്ചാൽ എനിക്ക് സമയമില്ല, ജോലിയാണ്. ചിലപ്പോൾ ജോലിയൊന്നും ആ സമയത്ത് ഉണ്ടാവില്ല. എങ്കിലും എങ്ങനെയെങ്കിലും ഇത് അങ്ങോട്ട് ഒഴിവാകുക. എൻ്റെ പ്രിയമുള്ളവർ, നിങ്ങൾ നോക്കൂ, ഈ അടുത്ത് ഞാൻ കേൾക്കുകയുണ്ടായി. അതായത് നമ്മുടെ കേരളത്തിൽ ഒരു കലാകാരൻ, അദ്ദേഹത്തിന് 100 കോടി ആസ്തി ഉണ്ടായിരുന്ന, 1 2 അല്ല, 100 കോടി ആസ്തി ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ വെറും 40 കഴിഞ്ഞിട്ടേ ഉള്ളൂ. 40 വയസ്സേ കഴിഞ്ഞിട്ടേ ഉള്ളൂ. 40, 45, 46 ഒക്കെയാണ്. 100 കോടി ആസ്തിയുള്ള മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിനടുത്തുള്ള ആ സ്ഥലത്ത് വെച്ച് മരണപ്പെടുകയാണ്. എല്ലാവരും ഭയന്നുപോയി, വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. എന്താ കാരണം? അദ്ദേഹം മരിക്കുമെന്ന് ആരും വിചാരിച്ചില്ല. കാരണം അത്രമാത്രം ചെറുപ്പമാണ്, പലരും ഇഷ്ടപ്പെടുന്ന ആളാണ്. പിന്നെ എങ്ങനെയാ അദ്ദേഹത്തിൻ്റെ ആ 100 കോടി ഉണ്ടായിട്ടും അതൊക്കെ സമ്പാദിക്കാൻ അദ്ദേഹം ഒരുപാട് വഴികൾ തേടിയെങ്കിലും അദ്ദേഹത്തിൻ്റെ കരള് അതിങ്ങനെ നശിച്ച് തകർന്നു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് അറിയാൻ വേണ്ടി പറ്റില്ല. ആരും അദ്ദേഹത്തോട് പറഞ്ഞില്ല എന്നുള്ളതാണ്. ഇത് മാത്രമാണോ? എന്തെല്ലാം സംഭവങ്ങൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി 10,000 കോടിയായിരുന്നു അവരുടെ ആസ്തി. 10,000 കോടി ആസ്തിയുള്ള ആ വ്യക്തി 2 മാസം ICUവിൽ കടന്നു. ആത്മാർത്ഥമായിട്ട് അവരെ ആശ്വസിപ്പിക്കാൻ, അവർക്ക് ഒരു നല്ല വാക്ക് പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടായോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ക്രമീകരണം വേണം, അതിന് ഒരു ചിട്ട വേണ്ടതുണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത്. സുബഹിയെക്കുറിച്ച് പറഞ്ഞല്ലോ പ്രിയമുള്ളവരെ. ഈ ജമാഅത്തിനൊക്കെ പോകുമ്പോൾ ഒരു ഹദീസിൽ കാണാം, ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന വചനത്തിൽ, മൻ സ്വല്ലൽ ഇശാ ഫി ജമാഅ, ആരെങ്കിലും ഇശാ നമസ്കാരം ജമാഅത്തായിട്ട് നിർവഹിച്ചാൽ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ, രാത്രിയുടെ പകുതി നമസ്കരിച്ചവനെ പോലെയാണെന്ന. ഒരു രാത്രിയുടെ പകുതി എത്രയുണ്ടോ അത്രയും നമസ്കരിച്ചവന് തുല്യമാണ് എന്നാണ്. വമൻ സ്വല്ലൽ ഫജ്റ ഫീ ജമാഅത്തിൻ, എന്നാൽ സുബഹി നമസ്കാരം ജമാഅത്തായിട്ട് നിർവഹിച്ചാലോ ഫകഅന്നമാ ഖാമൽ ലൈല കുല്ല, അവൻ രാത്രി മുഴുക്കെ അങ്ങോട്ട് നമസ്കരിച്ചവനെ പോലെയാണ്. ഒരു രാത്രി എന്ന് പറഞ്ഞാൽ 12 മണിക്കൂറുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സുദീർഘമായ സമയം നമസ്കരിച്ചവന് തുല്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രഭാതം, നമ്മുടെ വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുമ്പോൾ, അവൻ്റെ ഓരോ ദിനം എന്ന് പറയുമ്പോൾ ഇങ്ങനെ നന്മകളാൽ ബന്ധിതമായിരിക്കണം എന്നാണ് ഉണർത്തുവാനുള്ളത്. ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു കാര്യം, പ്രഭാതത്തിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ദിക്റുകൾ നിർവഹിക്കേണ്ടതുണ്ട്. എന്താണ് ദിക്ർ എന്ന് പറയുന്നത്? ഒട്ടനവധി ദിക്റുകളുണ്ട്. ഇപ്പം നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്ന പ്രാർത്ഥനയുണ്ടല്ലോ. അതിന് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നിരവധി ദിക്റുകളുണ്ട്. ആ ദിക്റുകളൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ അടുക്കലുണ്ടാകാം. അതിൽ പ്രവാചകന്റെ അടുക്കൽ നിന്ന് സ്ഥിരപ്പെടാത്തവയുമുണ്ട്. ഏതായിരുന്നാലും ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുള്ള വളരെ അർത്ഥസമ്പന്നമായിട്ടുള്ള ഒരു പ്രാർത്ഥന ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു
ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദൽ യൗം വഖൈറ മാ ബഅദഹു വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദൽ യൗം വശർരി മാ ബഅദഹു. റബ്ബി അഊദു ബിക മിനൽ കസ്ലി വസൂഇൽ കിബരി. റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിന്നാരി വഅദാബിൻ ഫിൽ ഖബർ. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന എന്നുള്ളത് നമ്മൾ പ്രാർത്ഥിക്കുക, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അസ്ബഹന വ അസ്ബഹൽ മുൽക്കു ലില്ലാഹ്. ഇതാ നാഥ, പ്രഭാതം ഞാൻ പ്രാപിച്ചിരിക്കുകയാണ്. ഈ സുബഹിയിലെ എനിക്ക് അല്ലാഹു തആല ജീവൻ തന്നിരിക്കുന്നു, ആരോഗ്യം തന്നിരിക്കുന്നു. എത്രയോ ആളുകൾ ഉറങ്ങാൻ കിടന്നിട്ട് പിന്നീട് അവർ പല പ്ലാനോടുകൂടെ, പല പദ്ധതികളോടുകൂടെ ഉറങ്ങിയതായിരിക്കാം. രാവിലെ വസ്തുക്കളെടുത്ത്, ലഗേജ് എടുത്ത് ഒരുപക്ഷെ വീട്ടിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ചവരായിരിക്കാം. പക്ഷേ അവരുടെ ആ ബോഡി, അവർ മരിച്ചിരിക്കുന്നു, അവരുടെ ബോഡി മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്, പിന്നീട് മക്ബറയിലേക്കാണ്. അപ്പൊ സഹോദരങ്ങളെ, നമുക്കിതാ ആരോഗ്യം തന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ അസ്ബഹന വ അസ്ബഹൽ മുൽക്കു ലില്ലാഹ്, നാം ഇതാ പ്രഭാതം പ്രാപിച്ചിരിക്കുകയാണ്. ഈ പ്രഭാതത്തിന്റെ അധിപതി ആരാ? സർവലോക രക്ഷിതാവായ അല്ലാഹുവാൻ. അൽ മുൽക്കു ലില്ലാഹ് എന്നാണ്. നമുക്ക് ആരോഗ്യമുണ്ട്, പണമുണ്ട്, അധികാരമുണ്ട്, നമ്മൾ വലിയ നേതാവാണ്, നമുക്ക് ഒരുപാട് ഡെപ്പോസിറ്റ് ഉണ്ട്. പക്ഷേ ഈ എല്ലാ സംഗതികളുടെയും അധിപതി, ആധിപത്യം, അധികാരം അതാർക്കാ? പടച്ച റബ്ബിനാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്, ആരാധനക്കർഹനായി കൊണ്ട് അല്ലാഹുവല്ലാതെ മറ്റാരും തന്നെയില്ല, അവൻ ഏകനാണ്, അവൻ പങ്കുകാരായിട്ട് ആരുമില്ല. വീണ്ടും പറയാൻ ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ്, അവനാണ് ആധിപത്യം, അധികാരം, അവനാണ് സർവസ്തുതിയും. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ സകല കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. എന്നിട്ട് പറയാണ്, പ്രഭാതത്തിൽ പറയാണ്, പ്രിയമുള്ളവരെ, റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദൽ യൗം, ഈ ദിവസത്തിന്റെ നന്മനാഥ ഞാൻ നിന്നോട് തേടുന്നു. വഖൈറ മാ ബഅദഹു, അതിന് ശേഷമുള്ള നന്മയും നിന്നോട് തേടുന്നു എന്നുള്ളതാണ്. വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദൽ യൗം വശർരി മാ ബഅദ, ഈ ദിവസത്തിലുള്ള തിന്മ, അതിൽ നിന്ന് റബ്ബേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഇതിന് ശേഷമുള്ള ദോഷങ്ങളിൽ നിന്നും നിന്നോട് രക്ഷ തേടുന്നു. എന്നിട്ട് പറയാണ്, റബ്ബി അഊദു ബിക മിനൽ കസലി, മടിയിൽ നിന്ന്, അലസതയിൽ നിന്ന്. നമുക്ക് ഏറെയുള്ള പ്രശ്നങ്ങൾ എന്താ? അലസത. ഇപ്പൊ ഖുർആൻ ഒരു 5 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, നമുക്കൊരു ഖുർആൻ ഒരു 5 ആയത്ത് ഓതാനുള്ള സമയം കിട്ടിയാൽ, അപ്പോൾ നമ്മുടെ മനസ്സിനൊരു മടി, എന്തിന് ഖുർആൻ തുറക്കണം, എന്തിന് ഓതണം, ആ ഒരു മടി തോന്നാൻ. പള്ളിയിലേക്ക് പോകുമ്പോൾ അല്ല ഇവിടുന്ന് നമസ്കരിച്ചാൽ പോരെ എന്നുള്ള ഒരു മടി. അപ്പോൾ ഈ ഒരു മടിയിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മൾ പ്രഭാതത്തിൽ അല്ലാഹുവിനോട് രക്ഷ തേടണം. മടി പലപ്പോഴും ആളുകളുടെ ഒരു കൂടപ്പിറപ്പാണ് എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് റബ്ബി അഊദു ബിക മിനൽ കസൽ വസൂഇൽ കിബർ, പ്രായത്തിന്റെ ദോഷത്തിൽ നിന്ന്. പ്രായം കൂടുന്തോറും പല പ്രശ്നങ്ങളും ഉണ്ടാകും. എന്നിട്ട് പറയാണ്, നരകത്തിൽ നിന്നും അതുപോലെ തന്നെ ഖബറിന്റെ അദാബിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നുള്ളത്. പ്രിയമുള്ളവരെ, അപ്പൊ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മളെല്ലാവരും, ഇതൊക്കെ നിങ്ങൾ ഹൃദിസ്ഥമാക്കിയതായിരിക്കാം, സയ്യിദുൽ ഇസ്തിഗ്ഫാർ, സഹീഹുൽ ബുഖാരിയിൽ 4 തവണ ആവർത്തിച്ച് വന്നൊരു പ്രാർത്ഥനയാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പാപമോചന പ്രാർത്ഥനകളുടെ നേതാവ് എന്നാണ്. നബിയാണ് അതിന് നാമകരണം ചെയ്തിട്ടുള്ളത്. സയ്യിദുൽ ഇസ്തിഗ്ഫാരി അൻ തഖൂല അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രാർത്ഥന, അതെന്ത് ചെയ്യണം? പാപങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുകയാണ്. അപ്പൊ നമ്മളെല്ലാവരും ആ പ്രാർത്ഥന നിർവഹിക്കണം എന്നുള്ളതാണ്. പ്രഭാതത്തിലൊന്ന്, വൈകുന്നേരമായി കഴിഞ്ഞാൽ വീണ്ടും ഒന്ന്. ആ ഹദീസ് ഞാൻ വായിക്കാം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സ്വനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഇത് ശരിക്കും അർത്ഥമൊക്കെ മനസ്സിലാക്കി നമ്മുടെ പാപങ്ങൾ റബ്ബിനോട് ഏറ്റുപറയാൻ.
ഞാൻ നിന്റെ ദാസനാണ്, നീയാണ് സൃഷ്ടാവ്, നീയാണ് എൻ്റെ റബ്ബ്, നീയാണ് ആരാധ്യൻ എന്ന് റബ്ബിനോട് പറയാം. റബ്ബേ, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ തെറ്റുകൾ, എന്തെല്ലാം തെറ്റുകൾ, രഹസ്യമായിട്ട് പരസ്യമായിട്ട് ഒക്കെ ചെയ്ത തെറ്റുകളുണ്ടല്ലോ, ഞാനിതാ നിന്നോട് സമ്മതിക്കുന്നു. അതുപോലെ എനിക്ക് നീ അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതാ എൻ്റെ പോക്കറ്റിലുള്ള പണം, അതെൻ്റെ കഴിവ് കൊണ്ടല്ല, റബ്ബിൻ്റെ അനുഗ്രഹമാണ്. എൻ്റെ ഈ എല്ലാ കഴിവുകളും റബ്ബിൻ്റെ ഔദാര്യമാണ്, അനുഗ്രഹമാണ് എന്നുള്ള ചിന്തയോടുകൂടെ ആ പ്രാർത്ഥന എന്നിട്ട് പറയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഫഗ്ഫിർലി, എനിക്ക് നീ പുറത്തു തരണം, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനായി ആരുമില്ലല്ലോ. ഈ പ്രാർത്ഥന യഖീനോടുകൂടെ, എന്താ യഖീൻ എന്ന് പറഞ്ഞാൽ? ദൃഢമായിട്ട്, അതായത് അർത്ഥം ആലോചിച്ചുകൊണ്ട് ബോധത്തോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അവന് അങ്ങനെ വൈകുന്നേരമാകുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ അവൻ സ്വർഗാവകാശികളിലായിരിക്കും. വൈകുന്നേരം അത് പ്രാർത്ഥിച്ചിട്ട് പ്രഭാതത്തിന് മുമ്പ് മരണപ്പെട്ടാൽ അവനെവിടെയായിരിക്കും? അപ്പോൾ ഈ പ്രാർത്ഥന കൊണ്ട് നമുക്ക് സ്വർഗം ഉറപ്പിക്കാം. എങ്ങനെ? നമ്മൾ മരിക്കും ഒന്നുകിൽ പകലായിരിക്കാം, അല്ലെങ്കിൽ രാത്രിയായിരിക്കാം. ഓരോ പകലും ഓരോ രാത്രി നമ്മൾ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ എങ്ങനെ ചൊല്ലണം? അർത്ഥം മനസ്സിലാക്കി ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ആയിരിക്കണം എന്നുള്ളതാണ് പ്രശ്നം. അതിനൊക്കെ നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ് സഹോദരങ്ങളെ. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പ്രവാചകന്റെ ഓരോ ദിവസത്തെ കർമ്മങ്ങൾ മുഴുക്കെ ഇവിടെ വിശദീകരിക്കാൻ സാധ്യമല്ല. അതിന്ന് അല്പാൽപ്പം മാത്രം പറഞ്ഞു പോകാനേ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ആ പ്രഭാതമൊക്കെ കഴിഞ്ഞാൽ പിന്നീട് ളുഹാ നമസ്കാരമുണ്ടല്ലോ. ളുഹാ നമസ്കാരം അത് വമ്പിച്ച പ്രാധാന്യമുള്ളതാ. മഹാനായിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായിക്കൊണ്ട് അദ്ദേഹം നിവേദനം ചെയ്യുക, അള്ളാഹിൻ്റെ റസൂല് എന്നോട് വസിയ്യത്ത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും ഹദീസ് കാണാം. ഔസ്വാനി ഖലീലി, എൻ്റെ ആത്മമിത്രം എന്നോട് വസിയ്യത്ത് ചെയ്തിരിക്കുന്നു ബിസലാസിൻ, 3 കാര്യങ്ങളെ കൊണ്ട്. എന്താ 3 കാര്യങ്ങൾ? എന്നിട്ട് അദ്ദേഹം പറയാം, ലാ അദഉഹുന്ന ഹത്താ അമൂത്ത്, മരണം വരെ ഞാനത് ഉപേക്ഷിക്കുകയില്ല. ആ 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് സൗമു സലാസതി അയ്യാമിൻ മിൻ കുല്ലി ഷഹർ, ഓരോ മാസങ്ങളിലും 3 നോമ്പുകൾ. 3 നോമ്പ് അനുഷ്ഠിക്കും ഓരോ മാസം. അത് അയ്യാമുൽ ബീദാവാം, അല്ലാത്തതാകാം. പ്രത്യേകിച്ച് അയ്യാമുൽ ബീദിന് വമ്പിച്ച പ്രാധാന്യമാണ്. വസ്വലാത്തി ളുഹാ, അതാണ് ഞാൻ അടിവരയിടുന്നത് ഇവിടെ. ളുഹാ നമസ്കാരം ഒരു 2 റക്അത്ത് നമസ്കരിച്ചാൽ മതി. അതിലപ്പുറം 4 നമസ്കരിക്കാം, 6 നമസ്കരിക്കാം, 8 വരെ റസൂൽ നമസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ 2 നമസ്കരിക്കുക എന്നുള്ളത് ഇത് എന്നും നിങ്ങൾക്ക് സാധ്യമല്ല. അത് വരാം, പക്ഷേ എന്നെങ്കിലുമൊക്കെ അല്ലെങ്കിൽ സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് നമസ്കരിക്കാവുന്നതേ ഉള്ളൂ. 2 റക്അത്ത് ളുഹാ നമസ്കാരം. മഹാനായിട്ടുള്ള ഇമാം ത്വഹാവി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചു, അൽ വഖ്തുൽ മുഖ്താറു ലിസലാത്തി ളുഹാ, ളുഹാ നമസ്കാരത്തിന് ഏറ്റവും തെരഞ്ഞെടുക്കപ്പെട്ട സമയം ഏത് എന്ന് ചോദിച്ചാൽ റുബ്ഉൻ നഹാർ, പകലിന്റെ കാൽഭാഗം എത്തുമ്പോഴാണ്. എപ്പോഴാ പകലിന്റെ കാൽഭാഗം? പകലൊരു 12 മണിക്കൂറാണെങ്കിൽ അതിന്റെ പകുതി എന്ന് പറയുന്നത് സൂര്യൻ ഉദിച്ച് 6 മണിക്കൂർ കഴിയുമ്പോഴാണ്. അപ്പോൾ കാൽഭാഗം എന്ന് പറയുന്നതോ സൂര്യൻ ഉദിച്ച് ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ, പകല് 12 ആണെങ്കിൽ. മനസ്സിലായല്ലോ? അപ്പോൾ ആ സമയം എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ളുഹാ നമസ്കരിക്കാനായിട്ട് ആ സമയം തന്നെ കാത്തു നിൽക്കണം എന്നില്ല. നമുക്കിപ്പോൾ സൂര്യോദയം കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റായാൽ ഇത് നമസ്കരിക്കാനുള്ള അനുവാദമുള്ള സമയമാണ്. ആകാശമധ്യത്തിൽ സൂര്യൻ എത്തുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുമ്പ് വരെ ഇത് നമസ്കരിക്കാനുള്ള സമയമാണ്. പക്ഷേ നമ്മൾ നടയെ സൂചിപ്പിച്ചത് എന്താ? അതിൻ്റെ വഖ്തുൽ മുഖ്താർ, അതിൻ്റെ ഏറ്റവും അനുയോജ്യമായ സമയം, അതാണ് നമ്മൾ നടയെ സൂചിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, അങ്ങനെ ളുഹാ നമസ്കാരം ആ ഹദീസിൻ്റെ അവസാനത്തിൽ പറഞ്ഞ കാര്യങ്ങളെ പിന്നെ വിത്ർ നമസ്കരിക്കുക എന്നുള്ളതാണ്. വിത്ർ നമസ്കരിക്കുക എന്ന് പറയുമ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നമസ്കരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അത് പാടില്ല എന്നുള്ളതല്ല. പിന്നീട് രാത്രിയിൽ സുബഹിന്റെ മുമ്പായിട്ട് നമസ്കരിക്കുകയാണ് എങ്കിൽ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞതായിട്ട് ബുഖാരിയിൽ 2 തവണ ആവർത്തിച്ച് വന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്.
ഇജഅലു ആഖിറ സ്വലാത്തിക്കും ബില്ലൈലി വിത്റാ, നിങ്ങൾ രാത്രിയുടെ ഉള്ള നമസ്കാരത്തിന്റെ അവസാനത്തിൽ നിങ്ങൾ വിത്റാക്കുക എന്നുള്ളതാണ്. അപ്പോൾ രാത്രി വിത്ർ കഴിഞ്ഞിട്ട്, ഇഷാന്റെ വിത്ർ കഴിഞ്ഞിട്ട് പിന്നെ തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളുകളുണ്ട്. അത് ഒരു സുന്നത്തായ രീതി എന്ന് പറയുന്നത് വിത്ർ അവസാനത്തിലാക്കുക എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? ഈ പിന്നെ രാത്രിയിലെ തഹജ്ജുദിനും ഖിയാമുൽ ലൈലിനൊക്കെ വിത്ർ എന്ന് പറയും. എന്തുകൊണ്ടാണ് പറയുന്നത്? അതിൻ്റെ അവസാനത്തിൽ ഒറ്റ എന്നുള്ളത് കൊണ്ടാണ്, ഒറ്റയായി നമസ്കരിക്കുന്നത് കൊണ്ടാണ്. ശരി, ആ കാര്യം സുദീർഘമായി പിന്നീട് പറയാം. സഹോദരങ്ങളെ, ഒരു ദിവസം പാലിക്കേണ്ട ഒട്ടനവധി മര്യാദകളും കാര്യങ്ങളുമുണ്ട്. സമയദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ വൈകുന്നേരം എത്തി. വൈകുന്നേരമായി കഴിഞ്ഞാൽ, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ, ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ സഹോദരിമാരും സഹോദരങ്ങളും മറക്കാതെ പാഴാക്കാതെ ശീലമാക്കേണ്ടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് മുത്തഫഖുൻ അലൈഹി ആയി വന്നിട്ടുള്ള ഒരു വചനം, മൻ ഖറഅ ബിൽ ആയതൈൻ മിൻ ആഖിരി സൂറത്തുൽ ബഖറ ഫീ ലൈലത്തിൻ കഫതാഹു, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 സൂക്തങ്ങൾ ആരെങ്കിലും പാരായണം ചെയ്യുന്നുവെങ്കിൽ, കേവലം അങ്ങനെ വായനയല്ല, അത് അർത്ഥമൊക്കെ മനസ്സിലാക്കി പ്രാർത്ഥനാപൂർവം നമ്മൾ നിർവഹിക്കുക. പ്രാർത്ഥനയാണ്. അങ്ങനെ നിർവഹിച്ചാൽ, എപ്പോ ഫീ ലൈലത്തിൻ എന്ന രാത്രിയായാൽ എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചാൽ രാത്രിയായി, അപ്പോൾ അത് നിർവഹിച്ചാൽ കഫതാഹു, അതവന് മതിയാകുന്നതാണ് എന്നാണ്. അപ്പം രാത്രിയിലുള്ള അള്ളാഹുവിൻ്റെ സംരക്ഷണം, പല ഷർറുകളിൽ നിന്നും അള്ളാഹിൻ്റെ ഒരു കാവൽ, അതിനൊക്കെ നമ്മൾ ഈ ആയത്തുകൾ ഓതിയാൽ മതി എന്നുള്ളതാണ്. നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള തേട്ടമാണത്. അതൊന്ന് വായിച്ചു നോക്കുക, അതിൻ്റെ അർത്ഥം നോക്കുക. പ്രത്യേകിച്ച് നമ്മളൊക്കെ അറിഞ്ഞും അറിയാതെയും എന്തെല്ലാം തെറ്റുകൾ ചെയ്തു കാണും. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ, നാഥാ ഞങ്ങള് പിന്നെ മറന്നു പോയതിൻ്റെ പേരിൽ, ചിലപ്പോൾ ചില കാര്യങ്ങൾ മറന്നു പോകും. വലിയ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും, അള്ളാഹ് നിർബന്ധമാക്കിയ കാര്യമായിരിക്കാം. അപ്പം അങ്ങനെ മറന്നു പോയതിൻ്റെ പേരിൽ, അതുപോലെ തന്നെ നമ്മളടുത്ത് തെറ്റുകൾ പറ്റും. തെറ്റുകൾ പറ്റാത്ത മനുഷ്യരില്ലല്ലോ, മനുഷ്യർക്കെല്ലാം തെറ്റ് പറ്റാം. അപ്പോൾ അതൊക്കെ റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തു തരയണമേ എന്നാണ് അതിൽ പ്രാർത്ഥിക്കുന്നത്. അതൊക്കെ വിശദീകരിക്കാൻ മറ്റൊരവസരം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പ്രിയമുള്ളവരെ. അപ്പോൾ ആ പ്രാർത്ഥനകൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ആയത്തുകൾ നമ്മൾ ശീലമാക്കുക എന്നാണ് എനിക്ക് ഗൗരവമായി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അവസാനമായിക്കൊണ്ട് 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇങ്ങനെ പ്രാർത്ഥനകളും ദിക്റുകളും മാത്രമല്ല, ഒരു വിശ്വാസി എന്ന് പറയുന്നത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള സദസ്സിനോടൊരു ചോദ്യം ചോദിക്കുകയാണ്. അതിന് നിങ്ങൾ നോക്കൂ, സ്വഹാബികളൊക്കെ എത്രമാത്രം സൽക്കർമ്മങ്ങൾ എത്രമാത്രം അവർ ചെയ്യാറുണ്ടായിരുന്നു എന്ന് കാണാൻ വേണ്ടി കഴിയും. ആ ഹദീസിൽ പറയാൻ, മൻ അസ്ബഹ മിൻകും അൽ യൗമ സ്വാഇമ, ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ നോമ്പുകാരനായിട്ടുള്ളത് ആരാണ്? അപ്പം ആ കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എന്ന് പറഞ്ഞു. ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജിനാസതൻ, ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് ഒരു ജനാസയെ പിൻപറ്റിയിട്ടുള്ളത്? ഖാല അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അന, അദ്ദേഹം പറയുന്നു ഞാൻ പിൻപറ്റിയിട്ടുണ്ടെന്ന് പറയാൻ. ഖാൽ, വീണ്ടും റസൂൽ ചോദിക്കാൻ, ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, ഗതിയില്ലാത്ത സാധുവായിട്ടുള്ള ഒരു പാവപ്പെട്ട മനുഷ്യന് ഇന്ന് ഭക്ഷണം നൽകിയിട്ടുള്ളത് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ്? കാല അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അന, അദ്ദേഹം പറയും ഞാനാണെന്ന് പറയാൻ. വീണ്ടും പ്രവാചകന്റെ ചോദ്യമാണ്, മം മിൻകും ആദ ഫമൻ ആദ മിൻകുമുൽ യൗമ മരീദ, നിങ്ങളുടെ കൂട്ടത്തിൽ രോഗിയെ സന്ദർശിച്ചവനാരാണ്? അപ്പോഴും അദ്ദേഹം ഞാൻ എന്ന് പറയുകയാണ്. നിങ്ങൾ നോക്കൂ, എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ഒരു വ്യക്തി ചെയ്യുന്ന ഒരു ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ പറഞ്ഞു, മജ്തമഅന ഫിംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന, ഈ സംഗതികളൊക്കെ ഒരു വ്യക്തിയിൽ ഒരു ദിവസം അങ്ങനെ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ദുആകളും പ്രാർത്ഥനകളും ഇത് മാത്രമല്ല, രോഗികളെ സന്ദർശിക്കുക,
അതുപോലെ ഇങ്ങനെ സാമൂഹ്യ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നിർവഹിക്കുക എന്നുള്ളതാണ്. മറ്റൊരു വചനത്തിൽ കാണാൻ വേണ്ടി കഴിയും, അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യരാരാ? ജനങ്ങളോട് ഏറ്റവും അവർക്ക് നന്മ ചെയ്യുന്ന, പ്രയോജനം ചെയ്യുന്ന ആളുകളാണെന്നാണ്. എന്നിട്ട് ആ ഹദീസിൽ കാണാൻ പ്രിയമുള്ളവരെ, വഅഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള കർമ്മം അത് സുറൂറുൻ, സന്തോഷമാണ്. എന്ത് സന്തോഷം? സന്തോഷം എന്ന് പറയുന്നത് തുദ്ഖിലുഹു അലാ മുസ്ലിം, ഒരു മുസ്ലിമിനെ നീ സന്തോഷിപ്പിക്കലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കർമ്മം എന്ന. നമ്മളുടെ ഒരു സംസാര നിമിത്തം, നമ്മുടെ ഒരു പ്രവർത്തന നിമിത്തം നമ്മുടെ ഒരു മുസ്ലിമായ സുഹൃത്ത് ഒന്ന് പുഞ്ചിരിച്ചാൽ, അവൻ്റെ മുഖത്തൊരു പ്രസന്നത വന്നാൽ അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമാണ് എന്നുള്ളതാണ്. എന്നിട്ട് പറയാൻ തക്ഷിഫു അൻഹു കുർബതൻ, ഒരു മനുഷ്യൻ്റെ, ഒരു പാവപ്പെട്ടവൻ്റെ ദുരിതം അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ദുരിതം അകറ്റിയാൽ അത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമാണ്. ഔ തഖ്ലി അൻഹു ദൈന, അല്ലെങ്കിൽ അവൻ്റെ കടം നീ വീട്ടിക്കൊടുക്കുകയാണ്, അത് റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമാണ്. ഔ തതുർദ അൻഹു ജൂഅ, അല്ലെങ്കിൽ അവൻ്റെ വിശപ്പകറ്റി, അതൊക്കെ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമാണ്. അപ്പോൾ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ പ്രാർത്ഥനകൾ നോക്കുകയാണെങ്കിൽ നൂറുകണക്കിന് പ്രാർത്ഥനകളാണ് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ. സുബ്ഹാനല്ലാഹ്, നമസ്കാരത്തിനകത്ത് തന്നെ എത്രയോ പ്രാർത്ഥനകളുണ്ട്. അപ്പോൾ ഓരോ ദിവസം ചെയ്യേണ്ടതായ പ്രാർത്ഥനകളും ദിക്റുകളും അതൊക്കെ നമ്മൾ പിന്നീട് ഇതിൻ്റെ ബാക്കിയൊക്കെ നമുക്ക് വിശദീകരിക്കാം. പക്ഷേ ആ പ്രാർത്ഥനകളും ദിക്റുകളും പ്രാധാന്യത്തോടുകൂടി നമ്മൾ കൊണ്ടുപോകുമ്പോൾ തന്നെ ഇതുപോലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മുടെ പങ്ക് നമ്മൾ ഉറപ്പുവരുത്തണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അവരുടെ മനസ്സിൽ സന്തോഷം നിറക്കുക, അവരുടെ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ അകറ്റുക, അവരുടെ കണ്ണുനീരൊപ്പുക, അവർക്ക് ആശ്വാസം നൽകുക, അങ്ങനെയുള്ള കാര്യങ്ങൾ സഹോദരങ്ങളെ. അവസാനമായി കൊണ്ടെനിക്ക് പറയാനുള്ളത്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, മാ നദിംതു അലാ ഷൈഇൻ നദമി അലയ്യ അലാ യൗമിൻ ഗറബത് മിൻഹു ശംസുഹു ഗറബത് ഫീഹി ശംസുഹു നഖസ ഫീഹി അജലി വലം യസിദ് ഫീഹി അമലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, എൻ്റെ ആയുസ്സിൽ നിന്ന് ഒരു ദിവസം കൊഴിഞ്ഞു പോകുകയാണ്, ആ ദിവസമാകട്ടെ എൻ്റെ സൽക്കർമ്മങ്ങളിലൊന്നും വർദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു ദിവസത്തെക്കാൾ ഞാൻ ഒന്നിൻ്റെ പേരിലും ദുഃഖിച്ചിട്ടില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഒരു ചെറുതെങ്കിലും, ഒരു ചെറിയ പുണ്യമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين. صلى الله وسلم على نبينا محمد والحمد لله رب العالمين.